വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഏവർക്കും എൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരോടും സ്നേഹം മാത്രം. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ, എൻ്റെ ചാനൽ കാണുന്നവർ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്ബാക്കുക, കൂട്ടാക്കുക. അപ്പോൾ അതുപോലെ നമ്മളൊരു എനർജി ആയിട്ടുള്ളൊരു ഹെൽത്തി ഫുഡിനെ പറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു 8 ഐറ്റം സാധനം കൊണ്ട് അടിക്കുന്ന ഒരു ജ്യൂസാണ്. 2 നേരം രാവിലെയും വൈകുന്നേരം ഞാനിത് കുടിക്കുന്നതാണ്. ഇത് നമ്മളെ ബോഡി ഹെൽത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അതെന്തായി നമ്മൾ എത്ര സമ്പാദിച്ചിട്ടും ഒരു കാര്യമില്ല. സമ്പാദിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുത്തിട്ട് വേണ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾ സമ്പാദിച്ചത് എവിടെ എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. കൂടുതലായിട്ട് നമ്മൾക്ക് വേണ്ടി നമ്മൾ കഴിക്കുക. ലാസ്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഓരോ ബദാമുണ്ട്, മുന്തിരിയുണ്ട്, തിറാച്ചിയുണ്ട്, പിന്നെ പിസ്ത, അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട്. ബദാം, പിസ്ത, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും 8 ഐറ്റങ്ങളുണ്ട്. 7 ഐറ്റം ഈ കാണുന്ന ഐറ്റങ്ങളാണ്. 8ാമത്തെ ഐറ്റം പാലാണ്. അത് ഇവിടെ ഇല്ല, അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ ആദ്യം കാണുന്നവരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം 7 ഉണ്ട്. 7 ഈത്തപ്പഴം കൊണ്ട് പല ഉദ്ദേശങ്ങളുണ്ട്. അത് ഒരു മരുന്ന് പോലെയാണ്. അതിപ്പോൾ രാവിലേക്ക് 7 ഈത്തപ്പഴം കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നത്, ഈ ഈത്തപ്പഴത്തിൻ്റെ കുരു കളയണം. കുരു ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയതിൻ്റെ ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് അത് പൊടിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാതെ ആട്ടിയെടുക്കും. വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം, എന്നിട്ട് ആ വെള്ളം അതിൽ ഒഴിക്കും. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ പാല് 1/4 ലിറ്ററാണ് ഒഴിക്കുന്നത്. ഇത് നല്ല എനർജിയാണ്, നല്ല ഒരു ഉന്മേഷം കിട്ടും തടിക്ക്. ഇതിൽ അത്ര അടങ്ങിയിട്ടുണ്ട്. ബദാം, പിസ്ത, വേറെ എന്തൊക്കെ അതിൻ്റെ പേര് കുറഞ്ഞ സാധനങ്ങൾ, മുന്തിരിയുണ്ട്, അങ്കൂറുണ്ട്, ഖജൂറുണ്ട്, ഈത്തപ്പഴമുണ്ട്, അങ്ങനെ പോലത്തെ ഓരോ ഐറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യം കാണുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കിണ്ണം കിടക്കാച്ച് വീഡിയോ കാണാൻ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് അടിച്ചു പോരുക. കണ്ടോ, ഇത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അടങ്ങിയിട്ടുള്ളത്. 1/4 ലിറ്റർ പാലുമാണ് ഇതിൽ ഒഴിക്കുന്നത്. അതിൽ വേറൊരു സാധനം കൂടിയും ചേർക്കുന്നുണ്ട്. 3-4 സ്പൂണാണ് ഇത് ഓട്സ്. അത് നമുക്ക് രാവിലെ ഒരു കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ രാവിലത്തെ നാസ്തയ്ക്കുള്ള ഒരു ഉഷാറും കൂടി കിട്ടും. ഇത് നല്ല എനർജിയുള്ള സാധനമാണ്, നല്ലൊരു സാധനമാണ്. അതായത് നമ്മൾ കൊളസ്ട്രോൾ, ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഏറെക്കുറെ അവസാനിക്കുന്നു. നമ്മൾ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. പൊടിച്ചെന്ന് പറഞ്ഞാൽ വെള്ളമില്ലാതെ ആട്ടിയെടുക്കുന്നതാണ്. അതിൻ്റെ ശേഷമാണ് ആ വെള്ളം അതിൽ ഒഴിക്കും. അതിൻ്റെ മേലെ പാലും ഒഴിക്കും. പിന്നെ നമ്മളത് അടിക്കിടിയായിട്ട് കുടിച്ച് റെഡിയാക്കും. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ പ്രവാസികളൊക്കെ ആണെങ്കിൽ ഒക്കെ ഇതേമാതിരിയൊക്കെ ഉണ്ടാക്കി കുടിച്ചോളിയും. പൈസ പാത്തിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും നാട്ടിൽ ചെല്ലുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വേറെയാണെങ്കിൽ എല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് വേറൊരു സമ്പാദ്യമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പാല് വെച്ച് ആട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഏറെക്കുറെ അവസാനിക്കാനായിട്ടുണ്ട്. അപ്പോൾ ജ്യൂസായി കഴിഞ്ഞാൽ, അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ ഇവിടെ റെഡിയാവും. നല്ല ഒരു എനർജി ഫുഡാണിത്. അത് ജ്യൂസ് എന്നും പറയാം. അപ്പോൾ ഇത് നമ്മളെ സൗന്ദര്യവും കൂടി വർദ്ധിക്കാനുള്ള കാരണമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇത് അരിപ്പൊന്നും വേണ്ട, നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ വെള്ളമില്ലാതെ ആട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെ വലിയ കുപ്പി പോലത്തെ 1/2 ലിറ്ററുണ്ട് ഓരോ ഗ്ലാസ്. ഇതങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോവുമായി വരും വരെ എല്ലാവരോടും സ്നേഹം മാത്രം, ഇഷ്ടം മാത്രം. എല്ലാവരോടും ബായ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബായ്.